ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നെഗറ്റീവ് എനർജി റിലീസ് ചെയ്ത് കളയാനായിട്ട്, നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ റിലീസ് ചെയ്ത് കളയാനായിട്ട് നമ്മുടെ ഈ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു സംഭവം. അപ്പോൾ അത് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുണ്ട് പേര്, ഇത് ഭൂമിയിലേക്ക് മുട്ടിച്ച് വെക്കണമെന്ന്. ഭൂമിയിലേക്ക് മുട്ടിച്ച് വെക്കണ്ട, നമ്മളിതാ ഇങ്ങനെ വെല്ലുകളെല്ലാം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ താഴേക്ക് നമ്മൾ മുട്ടിൻ്റെ ആ ലെവലിൽ കൊണ്ടുവരിക. ഉണ്ടാ മുട്ടിൻ്റെ ലെവലിൽ ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്. ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറയുക, എൻ്റെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളും, അൺവാണ്ടഡ് എനർജീസ്, അൺവാണ്ടഡ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, മറ്റുള്ള ആളുകളുടെ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, എല്ലാ അതുപോലുള്ള അൺവാണ്ടഡ് എനർജീസും അതർ സോൾസ് ഉണ്ടെങ്കിൽ അത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിട്ട് വിരലിലൂടെ ഭൂമിദേവിയിലേക്ക് ലയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുക. അന്ന് ഒരു കമാൻഡ് കൊടുക്കുക, കമാൻഡ് തന്നെ കൊടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഈ എനർജി ഫീൽ ചെയ്യും. കൈയിൻ്റെ വിരൽ ടിപ്പിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തോ ഇങ്ങനെ വലിയ കൂടി പോകുന്ന പോലെ ഫീലിംഗ് ഉണ്ടാവും. കാരണം മിക്കവർക്കും ഉണ്ടാവും. നമ്മൾ പുറത്തേക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കുറച്ച് എനർജിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഓറയിലുണ്ടാവും. അപ്പോൾ അത് കൈയോടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് അത് കളയുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് റിലീസ് 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 ഇങ്ങനെ 9 പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. റിലീസ് 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 റിലീസ്. ഇത് 9 പ്രാവശ്യം നമ്മൾ പറയണം. വീണ്ടും 9 പ്രാവശ്യം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ തവണ ഓരോ സെറ്റ് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ എനർജി കൂടുതൽ ക്ലിയറായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോഴും എൻ്റെ ഇടത് കൈ കൂടി, ഞാൻ ഇന്നലെ ഞാൻ ചെയ്തപ്പോഴും ഇടത് കൈ കൂടി ഇങ്ങനെ എനർജി പോകണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ഹീലിംഗ് വർക്കും ഒരുപാട് ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആളാണ്. ഒരുപാട് അടുത്ത് വരുന്ന ആൾക്കാർ ഒരു 90% ആൾക്കാർ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരാണ് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നല്ല എനർജി ഉള്ള ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇല്ല എനിക്ക്. അതുകൊണ്ട് ഞാനെപ്പോഴും ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള എനർജീസും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടാണ്. അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ എൻ്റെ ഫേസൊക്കെ അങ്ങനെ മാറും. ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ 3 സെഷൻ ചെയ്ത്, 3 അമേരിക്കയിലുള്ള 3 ക്ലയൻസ് ആയിരുന്നു. അവർക്ക് ഒരുപാട് ബ്ലാക്ക് മാജിക്സ് ഉള്ള ആളുകളായിരുന്നു. അവരുടെ എല്ലാം നമ്മൾ റിലീസ് ചെയ്ത് രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ്. അതൊരു 11 മണിക്കാണ് 10-11 മണിക്കാണ് കഴിഞ്ഞത്. 3 പേരുടെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ക്ഷീണം കഴിഞ്ഞ് ഞാൻ പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും ഒരു വർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിലും ചെയ്യാൻ പറ്റിയില്ല. അവർ ബുക്ക് ചെയ്തെങ്കിലും എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. എനിക്കിപ്പോൾ നാളെ അത് നോക്കണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എനർജിയുടെ ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഫ്രഷായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഇങ്ങനെ അടുത്ത് കൈ കൂടി ഇങ്ങനെ പോകുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോഴും പ്യൂരിഫിക്കേഷൻ ഒരിക്കലും എൻ്റെ ഉള്ളിൽ നിന്നും പൂർണ്ണമായിട്ടും സംഭവിക്കുന്നില്ല. ഞാൻ 2 ദിവസം ഇറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ എനർജി ഭയങ്കര ഹൈ ആവും, അതെനിക്കറിയാം. പക്ഷെ അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യുക. നിങ്ങളത് ചെയ്ത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരുപാട് റിച്വൽസൊക്കെ നമ്മൾ ചെയ്ത് അതും ഇതൊക്കെ കുറേ പൂജാതി വഴിപാടുകളൊക്കെ ചെയ്ത് കാശ് കളയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പവർ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. നമ്മളെപ്പോഴും നമ്മളെപ്പറ്റി എപ്പോഴും നമുക്കൊരു വില ഉണ്ടാവില്ല, മതിപ്പുണ്ടാവില്ല. പിന്നെ നമ്മളുടെ അടുത്തുള്ള ആൾക്കാരെന്തെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, കുടുംബത്തിലുള്ളവർ പറഞ്ഞു തന്നാലും നമുക്ക് അതൊന്നും വലിയ കാര്യമില്ല, അല്ലെ മുറ്റത്തെ മല്ലൊക്കെ മണമില്ല എന്ന് കേട്ടല്ലേ. ഇപ്പം ഞാനൊരു ഇതുപോലുള്ള ഹീലിങ്ങുകളൊക്കെ ചെയ്യണമെങ്കിലും എൻ്റെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ഒന്നും ഒരു വിലയില്ല. അത് നിങ്ങൾ ഇങ്ങനത്തൊരു കഴിവ് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ചെയ്യും. പക്ഷേ നമ്മളതിനെപ്പറ്റി ഒരു അവയർനെസ് വരണം. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയുള്ള കഴിവുകൾ അല്ലെങ്കിൽ ഓപ്പണപ്പായി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ള ആ ഒരു നോളജ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചെറിയ അറിവുകളായാൽ പോലും നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളത് നല്ലതാണെങ്കിൽ എടുക്കുക.